കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രസ്താവനകളും ചർച്ചകളും വിലക്കി കെപിസിസി. വിലക്ക് ലംഘിച്ച് പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രസ്താവനകളും ഈ തർക്കങ്ങളടക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകളും ചർച്ചകളും കെപിസിസി വിലക്കിയിരിക്കുകയാണ്. വിലക്ക് ലംഘിച്ച് പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേർന്നു. ബിനോയ്, ഈയൊരു ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം സജീവമായിരുന്നു. ഇപ്പോൾ അതിൽ ഈ ഒരു പരസ്യ പ്രസ്താവനകളും ഇത്തരത്തിൽ ചർച്ചകൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണ് കെപിസിസി. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഓരോ വിഭാഗങ്ങളുടെയും അണികൾ ചേർന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളുമൊക്കെ നടത്തിയിരുന്നു. ഇത് നേരത്തെ തന്നെ AICCയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമാത്രവുമല്ല, മുസ്ലിം ലീഗ് ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് AICC നിർദ്ദേശപ്രകാരം ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ ആരെങ്കിലും പരസ്യ പ്രസ്താവനകൾ നടത്തുകയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ കർശന നടപടിയെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KPCCയുടെ എല്ലാ വിലക്കുകളെയും അതിലംഘിച്ചുകൊണ്ടാണ് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ പല ആളുകൾ ചേർന്ന് ചർച്ച നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും KC വേണുഗോപാലിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും VD സതീശൻ്റെ കാര്യത്തിലുമൊക്കെ ഓരോ വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തിയിരുന്നു. പിന്നീട് അത് വാദപ്രതിവാദങ്ങളായി മാറുകയും ചെയ്തിരുന്നു. ഇത് ഒരു വോട്ട് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തവരെ തന്നെ കളിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന് പുറത്ത് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഓരോ നേതാക്കന്മാരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു. പ്രത്യേകിച്ചും അവരുടെ പഴയകാല ചിത്രങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അവരുടെ ഡോക്യുമെൻ്ററികൾ എന്നിവയെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഇന്ന ആളാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരസ്യമായ പ്രസ്താവനകൾ നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രസ്താവനകൾ കോൺഗ്രസിന് നിരക്കാത്തതാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. KPCC അധ്യക്ഷൻ തന്നെ കർശനമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ആരെങ്കിലും ഇത്തരത്തിൽ പരസ്യമായി പ്രസ്താവനകൾ നടത്തിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പരാതി ലീഗിനുണ്ടായിരുന്നു. ലീഗിന് മാത്രമല്ല, ചില മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ കോൺഗ്രസിൽ കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതായത് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചില ഗ്രൂപ്പുകൾ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള വടംവലികൾ നടത്തുന്നത് ശരിയായ രീതിയല്ല എന്ന് ഘടകകക്ഷികൾ പോലും വലിയ തരത്തിൽ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ KPCC നേതൃത്വം തന്നെ ഇടപെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും AICCയിൽ നിന്നും വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കർശന നടപടിയെടുക്കും എന്ന് തന്നെ ഒരു മുന്നറിയിപ്പും ആ പത്രക്കുറിപ്പിലുണ്ട്. ശരി, എന്തായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രസ്താവനകളും ചർച്ചകളും KPCC വിലക്കിയിരിക്കുകയാണ്. വിലക്ക് ലംഘിച്ച പ്രസ്താവന നടത്തിയാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.